എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി നിർമ്മാണ പ്രവർത്തികൾ തടയുമെന്ന് സൂചന. ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് എസികൾക്ക് വമ്പിച്ച വിലക്കുറവ്. പവർ പ്ലസ് ഹോം അപ്ലയൻസസ്, കാവിൽക്കടവ്, കൊടുങ്ങല്ലൂർ. കോട്ടപ്പുറം ചന്തപ്പുര ബൈപ്പാസിൽ എലിവേറ്റഡ് ഹൈവേ വേണമെന്നാവശ്യപ്പെട്ട് കർമ്മസമിതി നടത്തുന്ന രണ്ടാം ഘട്ട സമരം 180 ദിവസം പിന്നിട്ടിട്ടും വഴിയടച്ചുകെട്ടാനുള്ള നീക്കത്തിലാണ് അധികൃതർ. നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ളവർക്കും എറിയാട് പഞ്ചായത്തിലെ 4 വാർഡുകളിലെ ജനങ്ങൾക്കും നഗരത്തിലേക്കെത്തുവാനുള്ള ഏക വഴിയാണ് CI ഓഫീസ് ജംഗ്ഷൻ. CI ഓഫീസ് ജംഗ്ഷനിൽ നിന്ന് 100 മീറ്റർ മാത്രം അകലെയുള്ള ആശുപത്രി, സ്കൂൾ, കോടതി, ക്ഷേത്രം, സിവിൽ സ്റ്റേഷൻ തുടങ്ങിയിടങ്ങളിലേക്ക് വഴിയടച്ചാൽ പോകണമെങ്കിൽ 2.5 കിലോമീറ്ററോളം ദൂരം ചുറ്റിവളയേണ്ടതായി വരും. ബൈപ്പാസിന്റെ നിർമ്മാണം തുടങ്ങുമ്പോൾ എലിവേറ്റഡ് ഹൈവേ അനുവദിക്കാമെന്ന ഉറപ്പിലാണ് കർമ്മസമിതി ആദ്യഘട്ട സമരം അവസാനിപ്പിച്ചത്. കോട്ടപ്പുറം ചന്തപ്പുര ബൈപ്പാസിൽ 5 സിഗ്നലുകളിൽ 4ലും മേൽപ്പാലം അനുവദിച്ചപ്പോൾ CI ഓഫീസ് സിഗ്നൽ ജംഗ്ഷനെ അവഗണിക്കുകയായിരുന്നു. തങ്ങളുടെ ആവശ്യം അംഗീകരിച്ചില്ലെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി രണ്ടാം ഘട്ട സമരം തുടങ്ങിയത്. അടുത്ത ദിവസം തന്നെ വഴി അടച്ചുകെട്ടുമെന്ന വിവരം പുറത്തു വന്നതോടെയാണ് നിർമ്മാണ പ്രവൃത്തികൾ തടയാനുള്ള ആലോചനയിൽ കർമ്മസമിതി എത്തിയതായാണ് സൂചന. കർമ്മസമിതി ഇപ്പോൾ ബൈപ്പാസ് പണി തടയുമെന്നുള്ളൊരു ഇത് നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനാണ്? തീർത്തും പ്രതിഷേധ അർഹമായ ഒരു നീക്കമാണ് NH അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ 23-ാം തീയതി NH അധികൃതർ ഒരു ലെറ്റർ പ്രകാരം പറഞ്ഞിരിക്കുന്നത് ഈ CI ജംഗ്ഷൻ തീരെ അടച്ചുകെട്ടി ഇതിലെയുള്ള ക്രോസിംഗ് അനുവദിക്കാതെ ഇവിടെ അടച്ചുപൂട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ ടൗണിന് ഏറ്റവും അടുത്ത ജംഗ്ഷനായ വെറും 200 മീറ്ററിൽ താഴെ ദൂരത്തിൽ പ്രധാനപ്പെട്ട ആശുപത്രി, സിവിൽ സ്റ്റേഷൻ, നമ്മുടെയൊക്കെ ഏറ്റവും പൈതൃക സ്ഥാപനമായ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം, ഇതൊക്കെ നിലനിൽക്കുന്ന ഒരു ജംഗ്ഷൻ അടച്ചുകെട്ടുന്നത് വഴി വളരെയധികം ബുദ്ധിമുട്ട് ഈ ഹൈവേയുടെ പടിഞ്ഞാറ് സൈഡിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകാൻ പോവുകയാണ്. ഇതിനെതിരായി 10-ൽ കൂടുതൽ കൊല്ലം 12-ൽ കൂടുതൽ കൊല്ലം ഇവിടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് അധികാരികളുടെ ശ്രമം. അത് തടയേണ്ടി വരും എന്നുള്ളൊരു രീതിയിലേക്ക്, അത്തരം സമര രീതിയിലേക്ക് പോകേണ്ടി വരും എന്നതാണ് ഭരണസമിതി ഇപ്പോൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരം രീതിയിലേക്ക് സമരം പോവാതെ തന്നെ നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് ഈ നാട്ടിൽ വികസനം വരുത്തണം എന്നാണ് നമുക്കെല്ലാവർക്കും പറയാനുള്ളത്. അത് അവഗണിച്ച് മുന്നോട്ട് പോകുന്നത് തികച്ചും ജനദ്രോഹപരമായ ഒരു നടപടിയാണ്. ഇതിന് ബദലായിട്ടുള്ള നിർദ്ദേശങ്ങൾ കർമ്മസമിതി തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. അത് പരിഗണിച്ച് ഇവിടുത്തെ CI ജംഗ്ഷനിൽ ഒരു അണ്ടർപാസ് കൊടുക്കുക, ഒരു LVUP അനുവദിക്കുക. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കിലോമീറ്ററുകളോളം തൂണുകൾ നാട്ടി പുരോഗമിക്കുന്ന NHൽ ഒരു 4 തൂണ് ഇവിടെ ഇടാനായിട്ട് ഇവർ തയ്യാറാകാത്തത് തികച്ചും ജനദ്രോഹപരമായ ഒരു സമീപനമാണ്. അത് അധികാരികൾ തിരുത്തിയേ മതിയാവും. അതിനുവേണ്ടി ഏതറ്റം വരെയും കർമ്മസമിതി പോകും എന്നാണ് ഇപ്പോൾ തീരുമാനം. പ്രഗതി ഹോം നീഡ്സ്. ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി ഒരു കുടക്കീഴിൽ. Cookware, cleaning items, metal tools and vessels, crockery, toys, gift, table sheets and vinyl, appliance, households, kitchen accessories തുടങ്ങി നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇനി പ്രഗതിയിലുണ്ട്. പ്രഗതി ഹോം നീഡ്സ്, നിയർ ലക്ഷ്മി സിനിമാസ്, കൊടുങ്ങല്ലൂർ.